ഡാഡി ഒന്ന് വേഗം വാ. ഇങ്ങനെ പതുക്കെ നടക്കാനാണെങ്കിൽ ഞാൻ കൂടെ വരില്ല. ഡാഡി എന്നും ഓടുകയായിരുന്നില്ലേ മോളെ? ഇനി ഓടാൻ വയ്യ. ചെറുപ്പത്തിൽ തുടങ്ങിയതായി ഓട്ടം. വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് പോലും. കൊഴഞ്ഞില്ലേ മോളെ? ഇനിയിപ്പൊ ഇന്ത്യൻ മഹാചരിത്രം മുഴുവൻ കേൾക്കേണ്ടി വരും. നാടിന്റെ കാര്യത്തിൽ ഞാൻ ആർക്കും തോറ്റു തരില്ല. ഇവിടുത്തെ ഓരോ പുൽക്കുരുടെ പേരിലും അഭിമാനം കൊള്ളുന്നവനായ. ഈ പ്രഭാതത്തിന്റെ സൗന്ദര്യം ലോകത്ത് മറ്റൊരിടത്തും കാണില്ല അന്നിനി. എങ്കിൽ ഡാഡി ഈ പ്രഭാതം കൊണ്ട് പതുക്കെ നടന്നു. ഞാൻ ഒരു റൗണ്ട് ഓടി വരാം. ദൂരെ ഒന്നും പോകല്ലേ? ഇല്ല. അടുത്ത വരവിന് എന്റെ പ്രധാന പരിപാടി കുക്കുമോടെ വിവാഹമാണ്. ഇന്ന് ഇവിടെ തന്നെ കൂടണം. അപ്പൊ അമേരിക്കന് കെട്ടുകെട്ടാൻ തീരുമാനിച്ചോ? ഈ പോക്കിന് സർവ്വ ഇടപാടുകളും തീർക്കണം. പുറം നാട്ടിലെ ജീവിതം മടുത്തു വന്നില്ല. ഇങ്ങനെയുണ്ട് ഒരു നാടൻ ഭ്രാന്ത്. ഈ ഭ്രാന്ത് ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കെട്ടുമായിരുന്നു. സുന്ദരികളാ എത്രയോ മതാമാരന്റെ പുറകെ നടന്നാന്നറിയാവോ? ഒരു സുന്ദര കുട്ടൻ. ഹലോ, പിരിവിനാണോ? സോറി, എന്റെ ചേഞ്ച് ഒന്നുമില്ല. അല്ല, തെരുവിൽ സർക്കസ് കാണിക്കുന്ന ആളാണെന്ന് കരുതി. നല്ല തമാശ. നോ നോ, ഐ ആം ടു സീരിയസ്. നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് ജയൻ. ബൈ ദ വൈ, ഈ റൂട്ടിൽ പുതിയതാണല്ലേ? ഓടി തളതല്ലേ? ഒന്ന് ചീളം തീരാവുന്നേ. പെണ്ണിന്റെ തല്ല് വാങ്ങണമെന്ന് ജാതകത്തിലുണ്ടോ? തല്ലുവോ? എന്താ ഇത്? അവളുടെ കൂടെ കറങ്ങാൻ ഞാൻ അവധി എടുക്കാത്തല്ല പരാതി. ഇത്ര ദിവസം എന്നെ പറഞ്ഞു പറ്റിക്കുന്നറിയോ? അതും കൊടുത്തേക്കും മോളെ. എങ്ങോട്ടാണെന്ന് വെച്ചാ മോടെ കൂടെ അച്ഛൻ വരാം. അയ്യോ, ഞാനില്ല. അച്ഛന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയും ഭാഗവതം സഹിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടാന്ന് കരുതിയത്. ഇനി പുറത്തേക്ക് കൂടി വന്നാ വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും പറഞ്ഞ് ബോറടിപ്പിക്കുക. ചെറിയച്ഛൻ പോട്ട് മോളെ. ഇതാ പിണങ്ങിയോ? ഞാൻ പിണങ്ങിയ ചെറിയച്ഛനെന്താ? നമസ്കാരം. വരൂ വരൂ വരൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കല്യാണ പെണ്ണോടെ അകത്തെന്ന് നോക്കൂ. എന്താണ് മടിക്കുന്നതെന്ന് നോക്കുമോളെ. മിടുക്കി. അനുവാദം കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അവള് വീട് കയറി ഭരിച്ചോളൂ. എന്താണ് വന്ന കാലത്ത് നിൽക്കുന്നത്? ഇരിക്കൂ ഇരിക്കൂ. ഇനി രാജന്റെ കല്യാണം കഴിഞ്ഞ് മടങ്ങി വരുമെന്നുള്ള വാശിയില്ല മോള്. അല്ല, കല്യാണം നീട്ടി വെക്കണമെന്ന് എനിക്കും അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മന്ത്രിസഭ രൂപീകരിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. മേനോന്റെ സംസാരം പോലും രാഷ്ട്രീയമയമാണല്ലോ. മിസ്റ്റർ ഗോപിനാഥൻ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടോ രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്തവരുടെ നാടായത്. അവർക്കിടയിൽ ഒരുവിധം ഭംഗിയായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ എന്റെ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും ഞാൻ തന്നെ. പാർട്ടികൾ കൂടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ആദർശം. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന പോലെ 2 പാർട്ടി മതി എന്ന് പറയാൻ കൊള്ളാം. എന്നാൽ കുടുംബം ചെറുതായോണ്ട് മാത്രം സന്തുഷ്ടി വരുമോ? ഗോപിനാഥന് പൊളിറ്റിക്സ് അറിയാത്തോണ്ട് എന്റെ ഓരോ അണുവിലും പൊളിറ്റിക്സ് മാത്രമാണ്. എന്റെ മകളെ വക്കീലാക്കിയതിൽ പോലും അതുണ്ട്. പാർട്ടി കേസുകൾ മാത്രം മതി അവൾക്കൊരു ലീഡിംഗ് അഡ്വക്കറ്റ് ആവാൻ. മരുമകൻ ഇൻസ്പെക്ടർ ആയിരിക്കുന്നതും ഒരു രാഷ്ട്രീയ നേതാവിന് അട്രാക്ഷനാ. മിസ്റ്റർ മേനോൻ, മിസ്റ്റർ ഗോപിനാഥൻ തെറ്റിയിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിലല്ല, എന്റെ മകളുടെ താല്പര്യത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ രാജൻ സബ് ഇൻസ്പെക്ടർ അല്ലായിരുന്നെങ്കിലും ഈ വിവാഹം നടക്കും.
എന്നാലും എന്താ ഇത് കല്യാണാലോചനയ്ക്ക് വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞ് വഴക്കാകുന്ന ലക്ഷണമുണ്ടല്ലോ. ഏയ് അങ്ങനെ വരില്ല. എന്നാലും ഈ ചായക്കടയിലൊക്കെ ബോർഡ് തൂക്കുന്ന പോലെ ഓരോ നാവിലും ബോർഡ് തൂക്കുന്ന നല്ലതാ, രാഷ്ട്രീയം പറയരുതെന്ന്. കല്യാണ പെണ്ണ് നന്നായി കണ്ടോളൂ. മമ്മി എന്ന് പറഞ്ഞിരുന്നില്ലേ ഫോൺ കണ്ടുണ്ടോ കാലിയൊണ്ടിയാണെന്നൊക്കെ നോക്കാൻ? ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, 2 കാലും കൂടി 10 വരില്ല. ദേ കണ്ടോളൂ. എന്നിട്ടെന്താ, ഈ കാണുന്ന തടിയുടെ ഒന്നുമില്ല, ഒരു ടിപ്പിക്കൽ കല്യാണ പെണ്ണ് തന്നെ. ഡാഡിക്ക് ചായ കൊടുക്കുമ്പോൾ കൈ എന്തിനു പറയായിരുന്നു. നീ അവളെ ശരിക്കും കളിയാക്കിയിരിക്കും അല്ലേടി? കളിയാക്കിയല്ലെന്താ, ചെറിയമ്മയാ, ശവിച്ചാലേക്കും. എന്റെ ചെറിയമ്മേനെ ശപിക്കില്ലെന്ന് എനിക്കറിയില്ലേ. ആ ഇനി വല്ലതും വേണേ പറഞ്ഞോ. കല്യാണം കഴിഞ്ഞ് കിട്ടുന്നവരെ മാത്രമേ നിന്നെ കാക്ക പിടിക്കത്തുള്ളൂ. പിന്നെയോ? അടുത്ത ദിവസം ടിക്കറ്റ് എടുത്ത് തരും. പിന്നെ ഞങ്ങളൊരു വിലസലുണ്ട്. ആദ്യം പറഞ്ഞാലേ ഞാൻ തിരിച്ചു പോണില്ലെന്ന് വയ്ക്കും. അയ്യോ ചതിക്കല്ലേ. വേണമെങ്കിൽ ഐസ്ക്രീം പാർലർ മുഴുവൻ നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം.